നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്നിരുന്നിട്ട് ചുറ്റും നോക്കിയിട്ട് ഇത്ര തന്നെ ഉള്ളോ, അതോ ഇതന്നെയാണോ, ഇസ് ഇറ്റ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? മേ ബി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ട പോലെ, നിങ്ങളടുത്ത് പറഞ്ഞ പോലെ നിങ്ങളൊരു സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തു. സ്കൂളിൽ പോയി, കോളേജിൽ പോയി, മേ ബി കോളേജിൽ പോയി ഉണ്ടാവില്ല, മേ ബി ഒരു ജോലിക്ക് നിങ്ങൾ കയറിയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളൊരു കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഡീപ്പ് ഡൗൺ എവിടെയോ എന്തോ ഒരു സാധനം മിസ്സിങ് ഉണ്ട്. ഫീൽസ് ലൈക്ക് യു ആർ സ്റ്റക്ക്. That feeling, that exact feeling is midlife crisis. And ഇതൊരിക്കലും നിങ്ങളുടെ 40s 50s സംഭവിക്കുന്ന ഒരു സംഭവം അല്ല. That happens when നിങ്ങളുടെ റിയാലിറ്റിയും നിങ്ങളുടെ ഡ്രീംസും മാച്ചായി, അല്ലാന്നുണ്ടെങ്കിൽ അലൈനായി വരാതെ ഉണ്ടായിരുന്ന സമയത്ത്, ഈവൻ ഇഫ് യു ഹാവ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ്, നിങ്ങൾക്ക് തോന്നുന്ന, ചിലപ്പോൾ ഈവൻ നിങ്ങൾ എല്ലാം അച്ചീവ് ആയിന്ന് ചിന്തിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഫീൽ ആവുന്നൊരു ഫീലിംഗ് ആണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് യു റിയലി ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ ഈ മിഡ് ലൈഫ് ക്രൈസിസ് നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ലൈഫിൽ വിചാരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക, നമ്മൾ അങ്ങനെ ഭയങ്കര കുറച്ച് വലുതായി, കുറച്ച് വയസ്സായി ഒക്കെ ഇരിക്കുന്ന സമയത്ത്, ആരോഗ്യമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് വരാൻ പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ സ്റ്റഡീസ് പറയുന്നതും ഞാൻ ആൾക്കാരുടെ അടുത്ത് ഇടപഴകിയ സമയത്ത് എനിക്ക് മനസ്സിലായതും, നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ മിഡ് 20s ഓർ മിഡ് 20s തുടങ്ങി ഒരു മിഡ് 30s വരെയാണ്, ഓർ 20s 30s വേണമെങ്കിൽ പറയാം. കാരണം ഈ സമയത്താണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഒരുപാട് ഡെസിഷൻസ് എടുക്കുന്നത്, നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുന്നത്, ഫാമിലി ബിൽഡ് ചെയ്യുന്നത്, ലൈഫ് ബിൽഡ് ചെയ്യുന്നത് എല്ലാം. ആൻഡ് ഇപ്പം നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ആൾക്കാരും പലത് അച്ചീവ് ചെയ്യുന്നത് കാണാം. ആൻഡ് പലപ്പോഴും നമ്മൾ ഇരുന്നിട്ടിങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ആവും, ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് ഒന്നും ആയിട്ടില്ലടാ, ഒന്നും ചെയ്തിട്ടില്ലടാ, എവിടെ എത്തിയിട്ടില്ലടാ, ഒന്നും പറ്റിയിട്ടില്ലടാ, എന്തിനാ ഇങ്ങനെ ജീവിക്കണേ, എന്തിനാ ഞാനിങ്ങനെ ഡെയിലി പണിക്കണേ, എന്തിനാ ഞാനിങ്ങനെ, അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ദി ഡൈസ് റോളിങ് ആൻഡ് ഡിസ്കസ് എങ്ങനെ നമുക്ക് ഇതിലൂടെ കടന്നു പോവാം, എങ്ങനെ നമുക്ക് ഈ അലൈൻമെന്റ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ റിയാലിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ഫാൻറ്റസിയും ഡ്രീംസ് എന്നുള്ളത്, ഇതിൻ്റെ ഗ്യാപ്പ് എങ്ങനെ കുറക്കാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay, so I request everybody to watch this till the very end and let's see what we can do. So let's start with എന്താണ് ആക്ച്വലി മിഡ് ലൈഫ് ക്രൈസിസ് എന്നുള്ളത്. ബേസിക്കലി ഇത് ഒരിക്കലും വേറെ ആളൊരു നല്ല കാറ് വാങ്ങിക്കുന്നു, നിങ്ങളൊരു കാറ് വാങ്ങിക്കുക, അല്ലെങ്കിൽ വേറെ ആളൊരു വീട് കിട്ടുന്നു, നിങ്ങളൊരു വീട് വാങ്ങിക്കുക, ഇതല്ല. ഇറ്റ്സ് റിയലി നോട്ട് ദാറ്റ്. ഓർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി പെട്ടെന്ന് ക്വിറ്റ് ചെയ്യുക, ട്രാവൽ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, ഓർ യു ഫീൽ ലൈക്ക് ഓക്കെ ഞാൻ ചെയ്യുന്ന ജോലി ആൻഡ് ഐ ആം സപ്പോസ് ടു ഡു വെരി ബിഗ് തിങ്സ്, ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുക, നാളെ ഒരു കമ്പനി തുടങ്ങുക. നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇതൊന്നല്ല. ഇത് ആ ഒരു ഇറ്റ്സ് ദ ഡീപ്പ് ഫ്രസ്ട്രേഷൻ ഇല്ല നമുക്ക്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. ആൻഡ് നിങ്ങൾ ചിലപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ചിലപ്പം ഒന്നും അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു സംഭവത്തിനായിരിക്കും. ചിലപ്പോൾ നിങ്ങളെല്ലാം അച്ചീവ് ചെയ്തിട്ടും ഓർ സോ കോൾ സക്സസ്ഫുൾ ആയിട്ടും നിങ്ങൾ അതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവുക. ആ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ടയേർഡായിട്ടുള്ള, ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ബേൺഡ് ഔട്ട് ആയിട്ടുള്ള, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഉണ്ടല്ലോ, ദറ്റ് ഫീലിംഗ് ഓഫ് കയ്യിൽ നിന്നെല്ലാം പോവാണ് ആൻഡ് യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ഇറ്റ്, ദാറ്റ് ഇസ് മിഡ് ലൈഫ് ക്രൈസിസ്. ഞാനീ പറഞ്ഞ ചിലപ്പോൾ ഒരു എക്സാജറേറ്റഡ് ആയിട്ട് ഫീൽ ആവും. പക്ഷേ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ഈ ഒരു ടയർഡ്നെസ്, ഈ ഒരു ഫ്രസ്ട്രേഷൻ, ഈ ഒരു റിഗ്രറ്റ്, ഈ ഒരു ബേൺഔട്ട് ഒക്കെ ഫീൽ ആവും. ആൻഡ് യെസ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് ആണ്, റൈറ്റ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ ഈ ഫ്രസ്ട്രേഷൻ മറികടക്കാനായിട്ട്, അല്ലാതെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം മാത്രം പറഞ്ഞാൽ പോരാ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓൾസോ. സോ
ഹിയർസ് ദ ട്രൂത്ത്. ഇതൊരിക്കലും ഇതൊരു എൻഡല്ല, ആൻഡ് യുവർ സ്റ്റോറി ഡസൻ എൻഡ് ഹിയർ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറി റീഡിഫൈൻ ചെയ്യാനും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചിന്തിക്കാം. ആൻഡ് എല്ലായ്പ്പോഴും ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണ പോലെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. എവറി ടൈം യു ക്യാൻ ആഡ് കോമാസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിയറി. Whenever you feel that you are stuck in life, whenever this feeling of deep regret, emotions hit ചെയ്യുന്ന സമയത്ത്, don't think of putting a full stop. Think of adding a comma and adding another new sentence, a new chapter. അതൊരു ഭയങ്കര അടിപൊളി പ്രതിഭാസമാണ്, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി കൻ ഡു. സോ കൂടുതൽ ഇതിൻ്റെ ഒരു പരിപാടികൾ പറഞ്ഞു നീട്ടുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും, സിമ്പിൾ തിങ്സ് ദാറ്റ് യു ക്യാൻ തിങ്ക് ഓഫ്, യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ടുഡേ വിച്ച് വർക്ക്ഡ് ഫോർ മീ, റൈറ്റ്? ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഡസൻ മീൻ ദാറ്റ് ഐ ആം ഫുൾ അച്ചീവ്ഡ്, ഭയങ്കര ഇതാണ്, അങ്ങനെയല്ല. നോ, ഒബ്വിയസ്ലി എൻ്റെ ഡ്രീംസും എൻ്റെ റിയാലിറ്റിയും തമ്മിൽ സ്റ്റിൽ ദർ ഇസ് എ ലോങ് വേ ടു ഗോ. ഐ ഹാവ് ബിഗ് വിഷൻസ്. പക്ഷേ ഞാനിന്നിരുന്ന് സംസാരിക്കുന്നത് ഐ തിങ്ക് 10 വർഷം മുന്നേ ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫ് മേ ബി ഞാൻ ഇന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ 5 വർഷം മുന്നേ ഞാൻ ചിന്തിച്ച അവിടത്തേക്ക് ഇനി ഒരുപാട് ദൂരമുണ്ട്. 2 വർഷം മുന്നേ പോട്ടെ, ഒരു 2 മാസം മുന്നേ ചിന്തിച്ചിടത്തേക്ക് ഒരുപാട് ദൂരമുണ്ട്. സോ ദ റിയാലിറ്റി ആൻഡ് ദ ഡ്രീംസ്, ഓരോ സിറ്റുവേഷൻസിനും ഡിഫറൻസ് ഉണ്ടാവാം. ആൻഡ് ഐ എം ടോക്കിംഗ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ഹൗ ഐ ഹാവ് ബീൻ ത്രൂ ദിസ്. ഞാനൊരു 28 വയസ്സുള്ളൊരു മലയാളി ചെറുപ്പക്കാരനാണ്. ആൻഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഫീൽ. ഐ എം കമ്മിങ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി, ആൻഡ് I have tried my best to not follow the script that the society, family എല്ലാം പറഞ്ഞിരുന്നൊരു സാധനം. I've built my life on certain philosophies and visions of my own. So I think this will help. So 7 കാര്യം ഡിസ്കസ് ചെയ്യാം. എന്നത്തെ പോലെ 7 is my favorite number, right? And the first one, നമ്മൾ ഈ എന്താ പറയുക, ഈ ഒരു ഡീപ്പ് ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് ആയിട്ടുള്ള സംഭവം ടു റീസെറ്റ്, ടു തിങ്ക്, ടു ഗെറ്റ് ഇൻ ടു ബെറ്റർ സെൻസസ് ഇസ് ടു റീസെറ്റ് യുവർ എൻവയൺമെൻറ്റ്. എന്താണ് നിങ്ങളുടെ റീസെറ്റ് യുവർ എൻവയൺമെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ നാട് വിട്ടു പോവുക, വീട് വിട്ടു പോവുക, അതാണോ? ഒരിക്കലല്ല. അതായത് നമ്മുടെ എൻവയൺമെൻറ്റ്, നമ്മൾ എവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന, നമ്മളെ ഡിസിഷൻസിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ, നിങ്ങൾ ജസ്റ്റ് ഒരു ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ പോയിരുന്നിട്ട് ഒരു കാര്യം ചിന്തിക്കുന്നതും നിങ്ങൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിൽ ഇരുന്നിട്ട് ഒരു കാര്യം ചിന്തിക്കുന്ന തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഇഫ് യു ഹാവൻറ്റ് ഫെൽ ദാറ്റ്, പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി, യുൽ ഫീൽ മച്ച് ബെറ്റർ. സോ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസൻ മീൻ നിങ്ങൾ ട്രിപ്പ് പോകണം, മലവായി പോകണം, അങ്ങനെയല്ല. നിങ്ങൾ ഉള്ള സ്ഥലത്തുനിന്ന് ഒന്ന് മാറിയിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇസ് സംതിങ് ദറ്റ് ഐ ഹാവ് സീൻ. എൻ്റെ ഉമ്മ ചെയ്യുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ റൂം മാറ്റിക്കൊണ്ടേയിരിക്കണം. അതായത് സെറ്റപ്പ്, ഇന്ന് ബെഡ് ഇങ്ങനെ ഇട്ടാൽ നാളെ ബെഡ് മറിച്ചിടണം, തിരിച്ചിടണം ഒക്കെ ചെയ്യണം. സോ നിങ്ങളുടെ റൂം അറേഞ്ച് ചെയ്യുക, ഡീക്ലറ്റർ ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഓർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ കണക്കെ പുതിയൊരു എൻവയൺമെൻറ്റിലേക്ക് ഒന്ന് മാറി നിന്നിട്ട് ചിന്തിക്കുക. മേ ബി ഇറ്റ് കുഡ് ബി എ കാഫേ, ഇറ്റ് കുഡ് ബി എ പാർക്ക്, ഇറ്റ് കുഡ് ബി നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവാണ്, നിങ്ങൾ സ്ഥിരമായിട്ടൊരു ഒരു സംഭവം ഇരുന്നിട്ട് സ്പെൻഡ് ചെയ്യുന്ന, അല്ലാതെ നിങ്ങൾ ഈ ഡീപ്പ് റിഗ്രറ്റ് എന്നും കണ്ടിട്ടുള്ള, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് മാറിയിട്ട് ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഒന്ന് പോയിട്ട് ഒന്ന് സംഭവം അനലൈസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഡിഫറൻസ് അവിടെ കാണാനായിട്ട് പറ്റും. It is said that sometimes the easiest way to change your mind is to change your space. And ഭയങ്കര രസമാണ്. I can watch on you that, right? ചില സമയത്ത് ഇപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡിസ്റ്റൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ ദർ ഇസ് എ കഫേ ഇൻ കാലിക്കറ്റ്. ഞാൻ പേര് പറഞ്ഞു തരില്ല, കാരണം ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അവിടെ പോയിട്ട് നമ്മളിരിക്കും. അധികം ആൾക്കാരൊന്നും അവിടെ അധികം വരലില്ല. ഇറ്റ്സ് എ സ്മോൾ കൾട്ട് ലൈക്ക് എ സ്പേസ്. ആൻഡ് അവിടെ പോയിരുന്ന് നിൽക്കുന്ന സമയത്ത് ദർ ഇസ് എൻ ഇൻറ്റൻഷൻ ദാറ്റ് ഇസ് സെറ്റ്. അല്ല, നമ്മൾ ജനറലി ഇരിക്കുന്നിടത്ത് മാറിയിട്ടായിട്ട് നമ്മളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് അവിടെ പോയിരിക്കുകയാണ്. ഇവിടെ ഞാൻ പോയിരുന്നിട്ട് ഇത് ഞാൻ ഫിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ എടുക്കാനായിട്ട് പോവാണ്, ചെയ്യാനായിട്ട് പോവാണ്. ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്, റൈറ്റ്? സോ ഫസ്റ്റ് തിങ് വുഡ് ബി ടു റീസെറ്റ് യുവർ എൻവയൺമെൻറ്റ്. സെക്കൻഡ് തിങ് വുഡ് ബി ടു ടേക്ക് എ ഡിജിറ്റൽ ബ്രേക്ക്. എന്തുകൊണ്ട്? ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ എടുക്കുന്നില്ല. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, റൈറ്റ്? എന്തുകൊണ്ടൊരു ഡിജിറ്റൽ ബ്രേക്ക് എടുക്കണം?
റീസൺ ബീങ് ഇസ് വെരി സിമ്പിൾ. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത്, റിഗ്രറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ടയർഡ് ആവുന്ന സമയത്ത് നമ്മുടെ നാച്ചുറൽ ടെൻഡൻസിയാണ് അത് ഈ സാധനം നമ്മുടെ ഫോൺ എടുക്കുക, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, റൈറ്റ്? ബിക്കോസ് ദർ ഇസ് നത്തിങ് എൽസ് ടു ഡു എന്നുള്ളൊരു ഫീൽ വരികയാണ്. ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു. ചിലപ്പോൾ നിങ്ങൾ യു മൈറ്റ് ബി ഗോയിങ് ആൻഡ് സെർച്ചിങ് ലോട്ട് ഓഫ് വീഡിയോസ്, പോഡ്കാസ്റ്റ് ഫോർ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, ദിസ് ദാറ്റ്, എങ്ങനെ ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, നിങ്ങൾക്കുള്ള സാധനങ്ങൾ അവിടെ വരും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇറ്റ് എൻഡ്സ് അപ്പ് ഇൻ ജസ്റ്റ് എൻഡ്ലെസ് സ്ക്രോളിങ്. അപ്പം അത് ഒഴിവാക്കേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വഴിയാണ് നിങ്ങൾ ഡിജിറ്റൽ ബ്രേക്ക് എടുക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒഴിവാക്കുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഡിലീറ്റ് ചെയ്യുക ഫോർ സം ടൈം. ഐ എം നോട്ട് സെയിങ് ഒരു വർഷം, അങ്ങനെയല്ല, മേ ബി ഒരാഴ്ച, മേ ബി 10 ദിവസം, മേ ബി ഒരു മാസം ഒരു ബ്രേക്ക് എടുക്കുക. ഓർ ആസ് ലോങ് ആസ് യു ലൈക്ക്. യു വിൽ സംഹൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഭയങ്കര പീസ്ഫുൾ ആണ് ലോകം. ഒരുപാട് സമയമുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോക്കസ് ചെയ്യാനായിട്ട് കൂടുതൽ പറ്റുന്നുണ്ട്. സമയം വെറുതെ വേസ്റ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് കുറേ കൂടെ നിങ്ങളോട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. 2 കാര്യമാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ആ ഒരു സമയം നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മേ ബി അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, നോട്ട് ബൈ വർക്കിംഗ്. മേ ബി ഒരു വാക്കിന് പോവാം, മേ ബി ആൾക്കാരെ പോയിട്ട് കാണുക, സംസാരിക്കുക, എഴുതുക. ബിക്കോസ് എഴുതുന്നതിനേക്കാളും കൂടുതൽ ക്ലാരിറ്റി കൊണ്ട് തരുന്നൊരു സംഭവം നമുക്ക് വേറെ ഇല്ല, റൈറ്റ്? സോ ഇപ്പോഴത്തെ നമ്മൾ കറണ്ട് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ദ ഹാർഡ് ഫാക്ട് ഇസ് ദാറ്റ് നമ്മൾ മോർ ദാൻ ടയേർഡ് ഓർ ബ്രോക്കണിനേക്കാളും നമ്മൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്, ഓവർ സാച്ചുറേറ്റഡ് വിത്ത് നോളജ് ആണ്, ഒരുപാട് ഇൻഫർമേഷനാണ്. ആൻഡ് ഇത് പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു ബ്രെയിൻ ഫോഗ്, ഒരു മെൻ്റൽ ഫോഗ് നമുക്കവിടെ വരും. സോ വെൻ യു ഡീക്ലറ്റർ ദിസ് ഫോർ സം ടൈം, നിങ്ങൾ ആ സ്പേസ്, ആ ടൈം അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, കൂടുതൽ സിമുലേഷൻ കൊടുക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കാതിരിക്കുന്ന സമയത്ത്, ഓട്ടോമാറ്റിക്കലി ഉള്ള സാധനം എന്ത് ചെയ്യും? പ്രോസസ് അതൊന്ന് സെറ്റിൽ ആവും, റൈറ്റ്? സോ ദാറ്റ് ഇസ് എ ഗുഡ് തിങ് ടു ഡു. നൗ ദ തേർഡ് തിങ് ഇസ് ദിസ് അഗെയിൻ, അധികം ആരും ചെയ്യാത്തൊരു സംഭവമാണ്, ദാറ്റ് ഇസ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ എനർജി കിട്ടുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് എനർജി ഡ്രെയിൻ ആയിട്ട് പോകുന്നത്? ആൻഡ് ദിസ് ഇസ് എ വെരി സിമ്പിൾ റൂൾ ഇൻ ലൈഫ്, റൈറ്റ്? നമ്മൾ ചെയ്യുന്ന ലൈഫിൽ എന്ത് കാര്യവും എനർജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ്, ഇപ്പോൾ ഒരാളുണ്ട് വിചാരിക്കുക ലൈഫിൽ, അയാൾ നിങ്ങൾക്ക് whenever you go and talk to that person, whenever you go and meet that person, discuss something with that person, അല്ലെങ്കിൽ അയാളുടെ കൂടെ, അല്ലെങ്കിൽ അയാളുടെ ചുറ്റും, അല്ലെങ്കിൽ അവരുടെ കൂടെ, അവരുടെ ചുറ്റും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഫീൽ മോർ എനർജറ്റിക് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗുഡ് സ്പേസ് ടു ബി. നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ നല്ല സംഭവങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ. എന്നാൽ ചില ആൾക്കാരുണ്ട് അവിടെ പോയ എൻ്റെ ഉമ്മ പിന്നെ ലൈഫിലൊന്നും ചെയ്യാനായിട്ട് തോന്നൂല, ഡ്രെയിൻസ് യുവർ എനർജി, നിങ്ങളെ തിന്നു എന്ന് പറയില്ലേ. അവിടെ പോകാതിരിക്കുക, കാരണം അവിടെ പോയിക്കാൻ നിങ്ങളൊന്നും ചെയ്യൂല, റൈറ്റ്? സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളെ എനർജൈസ് ചെയ്യുന്ന ഒരു സംഭവം എന്താ, നിങ്ങളെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന സംഭവം എന്താ. ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, എന്നിട്ട് 2 കോളം ഉണ്ടാക്കുക, എന്നിട്ട് എഴുതുക, വാട്ട് എനർജൈസ് മീ, എനിക്ക് എന്താണ് എന്നെ കുറച്ച് ലിഫ്റ്റ് ചെയ്യുന്നത്, എന്നെ കുറച്ച് ബെറ്റർ ആക്കുന്നത് എല്ലാ സാധനങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എവിടെ നിന്നാണ് പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടുന്നത്. നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് ആൾക്കാരാവാം, സ്ഥലങ്ങളാവാം, ഓർ കുഡ് ബി എനിത്തിങ്, റൈറ്റ്? ഹാബിറ്റ്സ് ആവാം, ആപ്ലിക്കേഷൻസ് ആവാം, നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളാവാം. ഇതൊക്കെ എന്ത് ചെയ്യാം? 2 കോളത്തിലാക്കിയിട്ട് മാറ്റി വെക്കാം, റൈറ്റ്? എന്നിട്ട് ജസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ടിണ്ടാവില്ല. നിങ്ങളുടെ എനർജി എങ്ങനെയാണ് പോകുന്നത്, എവിടെയാണ് പോകണം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. ദാറ്റ് ഇറ്റ്സെൽഫ് സോൾവ്സ് എ ലോട്ട് ഓഫ് ദിസ് പ്രോബ്ലം. അത് ഈ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ക്രൈസിസ്, ഇത് നാവിഗേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഈ സാധനം ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ എനർജി എവിടെയാണ്, എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ സൈലൻ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് വെരി പ്രൗഡ് സേയിങ് ദാറ്റ്, ബട്ട് ദാറ്റ് ഈസ് എൻ എസെൻഷ്യൽ തിങ്. ദാറ്റ് വാസ് എൻ എസെൻഷ്യൽ തിങ് ഫോർ മൈ ലൈഫ് ഈവൻ ടുഡേ. കാരണം എന്താ, അല്ലാതെ എങ്ങനെയാ നമ്മൾ ഈ പറഞ്ഞ സംഭവം നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യാം, റൈറ്റ്? ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. പല സമയത്തും നമ്മൾ ഇഷ്ടപ്പെട്ടവരെ തന്നെ നമ്മൾ കുറച്ചൊക്കെ മാറ്റി നിർത്തേണ്ടൊക്കെ വരാറുണ്ട്. സോ ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത്, അതായത് ഈ പറഞ്ഞ എല്ലാ ട്രാൻസ്ഫോർമേഷനും ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ എന്ത് കൈൻഡ് ഓഫ് എനർജി അലോ ചെയ്യുന്നു എന്നുള്ളിടത്തൊന്നും കൂടിയിട്ടാണ്, റൈറ്റ്? നൗ ഗോയിങ് ടു ദ 4th സ്റ്റെപ്പ്, അല്ലെങ്കിൽ 4th പ്രാക്ടിക്കൽ തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ്, എല്ലാ മാസവും അറ്റ്ലീസ്റ്റ് ഒരു ബോൾഡ് അല്ലെങ്കിൽ സ്കേറി ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഇത് ചെയ്താൽ നൈസായിരിക്കും എന്ന് തോന്നുന്ന ഒരു സംഭവം ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് എല്ലാ മാസം ഒന്ന് ചെയ്യാന്ന് പറയുന്നത്? നമ്മൾ പലപ്പോഴും ഈ ഒരു ഇങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഇനീഷ്യേറ്റീവ്സ് ആയിരിക്കും, ചേഞ്ച്, പുതിയൊരു സംഭവമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു റിഗ്രറ്റ് സംഭവം അങ്ങനെയൊക്കെ ആയിരിക്കും. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ എന്നും ഒരു സംഭവം ചെയ്യണമെന്നുണ്ട്, അതിന്ന് ചെയ്യുക, അങ്ങനെയല്ല. ഒരു കുഞ്ഞു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രേഞ്ചറെ പോയി മീറ്റ് ചെയ്ത് ഫ്രണ്ട് ആക്കുക എന്നുള്ളതായിരിക്കാം. മേ ബി ഒരാളുടെ അല്ലെങ്കിൽ ഒരു 10 ആളുടെ മുന്നിൽ ഇരുന്നിട്ട് സംസാരിക്കുക എന്നുള്ളതായിരിക്കാം. മേ ബി ഒരാളുടെ മുന്നിൽ പോയിട്ട് സോറി പറയാൻ എന്നുള്ളതായിരിക്കാം. മേ ബി ദാറ്റ് ജോബ് കിട്ടുന്നതായിരിക്കാം. മേ ബി ദാറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. മേ ബി ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കാം. മേ ബി 2 ദിവസം കിടന്നുറങ്ങുന്നതായിരിക്കാം. whatever is that one scary thing that you have in your mind, whatever is that thing that you think, ഞാൻ ഇത് ചെയ്യണമെന്ന് കുറേ വിചാരിക്കുന്നു പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. കാരണം ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം ഒരിക്കലും ചിന്തകളിൽ നിന്ന് മാത്രം നമുക്ക് ഉണ്ടാവില്ല, മൂവ്മെൻറ്റിലാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോഗ്രസ്, ആ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്തുള്ള ആ ഒരു പ്രോഗ്രസ്സിൽ, ആ ഒരു ജേർണിയിലാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഈ ക്ലാരിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. സോ ഇറ്റ് കുഡ് ബി സ്മോൾ, ഇറ്റ് കുഡ് ബി വെരി ബിഗ്, എന്തോ ആയിക്കോട്ടെ. അതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവമായിരിക്കാം, ബട്ട് പ്ലീസ് ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ് ടേക്സ് യു എ ലിറ്റിൽ ബിറ്റ് ഫോർവേഡ്, റൈറ്റ്? ആൻഡ് 5ാമതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സംഭവം, നേരത്തെ ഞാൻ പറഞ്ഞൊരു പോയിന്റായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. എക്സ്പാൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടം ആൾക്കാരുണ്ട്. അത് നിങ്ങളെ ലൈഫ് എക്സ്പാൻഡ് ചെയ്യുന്ന ആൾക്കാർ. അവരെ കണ്ടുപിടിക്കുക, ഫൈൻഡ് ദി എക്സ്പാൻഡേഴ്സ്. എന്തിനാ? നിങ്ങൾ ഈ എക്സ്പാൻഡേഴ്സിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എക്സ്പാൻഡേഴ്സ് ആരാ? ഇറ്റ് കുഡ് ബി പീപ്പിൾ, നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. എപ്പോഴും ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ ആവണമെന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം, എല്ലാം ചെയ്ത് അച്ചീവ് ചെയ്ത് സെറ്റെടുത്തെത്തിയ ആളെക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ അറ്റ് ദ മൊമെന്റ് കടന്നു പോകുന്ന ആൾക്കാരാണ്. കാരണം അവർക്കും എന്ത് വേണം, നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആൾക്കാർ വേണം ഫോർ ട്രൈങ് ടു ഡു തിങ്സ്. കാരണം അവർക്കും എന്താണ്, അത് എനർജി ഗിവിങ് ആണ്. അവർ നിങ്ങളെ ലൈഫ് എക്സ്പാൻഡ് ചെയ്യുന്നു, നിങ്ങൾ അവരുടെ ലൈഫ് എക്സ്പാൻഡ് ചെയ്യുന്നു, നിങ്ങൾ പോലും അറിയാതെ, റൈറ്റ്? സോ ഫൈൻഡ് ദോസ് പീപ്പിൾ. ആൻഡ് ആ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയിട്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. മേ ബി ഇറ്റ് കുഡ് ബി ഓൺ ദി ഇന്റർനെറ്റ്, റൈറ്റ്? മേ ബി ഇറ്റ് കുഡ് ബി സം യൂട്യൂബ് ചാനൽസ് ആയിരിക്കാം. മേ ബി ഇറ്റ് കുഡ് ബി സം പോഡ്കാസ്റ്റ് ആയിരിക്കാം. മേ ബി ഇറ്റ് കുഡ് ബി സം പേഴ്സൺ ഹു യു മെറ്റ് സംവെയർ. പോയി സംസാരിക്കാം, റൈറ്റ്? ആൻഡ് ദ ബെസ്റ്റ് തിങ് ടു ഡു ഇസ്, ഇഫ് നിങ്ങൾക്ക് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദി ഇന്റർനെറ്റ് ഇരിക്കാൻ, റിയൽ സിനാരിയോയിൽ കണക്ട് ചെയ്യാൻ ഇരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ബട്ട് ഇഫ് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, ഗോ മീറ്റ് ഓൺ ദി ഇന്റർനെറ്റ്, യൂസ് ദ ടെക്നോളജി, റൈറ്റ്? എനിക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ ടെക്നോളജി കൊണ്ടു തന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറേ കണക്ഷൻസും സംഭവങ്ങളാണ്. ആൻഡ് എൻ്റെ ലൈഫ്, ഐ ഹാവ് ടോൾഡ് ദിസ് മെനി ടൈംസ്, വാട്ട് എവർ ഐ ആം, ഹൗ എവർ ഐ ഹാവ് ബിക്കം, ദ ഡിസിഷൻസ് ദാറ്റ് ഐ ഹാവ് ടേക്കൻ, എൻ്റെ ഇതിനൊക്കെ ഷേപ്പ് ചെയ്തിട്ടുള്ളതും, തോട്ട് പ്രോസസ് ആയിക്കോട്ടെ, ഡ്രീംസ് ആയിക്കോട്ടെ, പല കാര്യങ്ങളും ഷേപ്പ് ചെയ്തിട്ടുള്ളത് എന്നെ അറിയാത്ത എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരാണ്. അതേപോലെ തന്നെ എനിക്കറിയുന്ന എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. വാട്ട് ഐ മീൻ ബൈ ദാറ്റ്, എൻ്റെ ലൈഫ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്, ഞാൻ എൻ്റെ ഈ ഒരു കഴിഞ്ഞൊരു 10-28 വർഷത്തിൻ്റെ ഇടയിൽ കണ്ടുപോയിട്ടുള്ള, കേട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ്. അത് പുസ്തകത്തിലൂടെയും അത് പോഡ്കാസ്റ്റിലൂടെയും വീഡിയോസിലൂടെ ഒക്കെ. ഞാൻ ഫോർച്ചുനേറ്റ്ലി 11ാമത്തെ വയസ്സ് തൊട്ടിട്ട് ഈ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ലോകത്തോട്ട് സംഭവം അറിയാതെ എത്തിപ്പെട്ടു പോയ ഒരാളാണ്. അന്ന് തൊട്ടിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ പല ജീവിതങ്ങളും പല ആൾക്കാരും തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് അവരോട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരുടെ അടുത്തും ഞാൻ പല സന്ദർഭത്തിലായിട്ട് കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ദാറ്റ് പ്രോസസ് ഇറ്റ് സെൽഫ് ലിബറേറ്റഡ് മീ എ ലോട്ട്. സോ ഗോ ഫൈൻഡ് ദി എക്സ്പാൻഡേഴ്സ്. ഒരാള് നിങ്ങളൊരു കാര്യം പറയുന്ന സമയത്ത്, ആടാ എനിക്കത് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഓർ എനിക്കത് അതൊരു മുന്നേ ഉണ്ടായിരുന്നു, ഇറ്റ്സ് നോർമൽ, ഇറ്റ്സ് ഓക്കെ, ഞാൻ ഇന്നത് ചെയ്തു, ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെടാ, നമുക്കിത് ചെയ്തു നോക്കാം. ലൈഫല്ലേ, യു ആർ ലിവിങ് യുവർ ലൈഫ് ഫോർ ദ ഫസ്റ്റ് ടൈം, റൈറ്റ്? നമുക്കിത് ട്രൈ നോക്കാം, ഇത് ചെയ്തു നോക്ക്, ഇതെന്തല്ലോ, ലൈഫിലൂടെ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് കിട്ടുന്നൊരു സമാധാനം, റൈറ്റ്? അത് ഭയങ്കര പവർഫുൾ ആണ്. ബിക്കോസ് now you know you're not alone. നിങ്ങൾ ഒറ്റക്കല്ല ഈ സംഭവം ഫീൽ ചെയ്യുന്നത്, കടന്നു പോകുന്നത്, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങളെപ്പോലെ ഒരുപാട് വേറെ ആൾക്കാർ ഉന്നയിച്ചിട്ടുണ്ട്, ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരത്
ഭംഗിയായിട്ട് ഓർ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നാവിഗേറ്റ് ചെയ്തിട്ടുണ്ട്, മാനേജ് ചെയ്തിട്ടുണ്ട്, എൻഡ് ഓഫ് ദ സൈഡ് അല്ലെങ്കിൽ അപ്പർ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. റൈറ്റ്? സോ ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്പേസ് ടു ബി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് വൺ. ആൻഡ് സിക്സ്ത് വൺ, ദിസ് ഈസ് അഗൈൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചേഞ്ച് യുവർ ഇൻപുട്സ്. വാട്ട് യു മീൻ ബൈ ചേഞ്ച് യുവർ ഇൻപുട്സ്? നിങ്ങൾ ചെയ്യുന്ന ഒരേ സംഭവം എപ്പോഴും ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഗ്രഹിക്കാനായിട്ട് പറ്റില്ല. ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു എല്ലാ ദിവസവും 10 പുഷപ്സ് അടിക്കുന്ന ഒരാളാണ് വെച്ചോ. നിങ്ങൾ എല്ലാ ദിവസവും 10 പുഷപ്സ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഒരാൾ ഒരു 100 പുഷപ്പ് അടിക്കുന്ന ഒരു ഡിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾ ഇന്നും 10 പുഷപ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ടു പ്രോഗ്രസീവ്ലി ചേഞ്ച് ദ ഇൻപുട്സ്. റൈറ്റ്? സോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ നോയ്സിനെ ഗ്രോത്തിന് വേണ്ടിയിട്ടായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻപുട്സ് വെച്ചിട്ടായിട്ട് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. ഉദാഹരണത്തിന് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അതായത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോഡ്കാസ്റ്റ് അയക്കാൻ തുടങ്ങുക, എഴുതാൻ തുടങ്ങുക, അതായത് ജേർണൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇത് ഒരുപാട് ക്ലാരിറ്റി നമുക്ക് അവിടെ തരും. യു ആർ വാട്ട് യു കൺസ്യൂം. ദിസ് ഇസ് സംതിങ് ദേ ഹാവ് എ കീപ്പ് ഇൻ മൈൻഡ്. യു ആർ വാട്ട് യു കൺസ്യൂം. നിങ്ങൾ തിന്നുന്നതാണ് നിങ്ങളുടെ ബോഡി. നിങ്ങളുടെ മൈൻഡിന് തിന്നാൻ കൊടുക്കുന്നതാണ് നിങ്ങളുടെ മെൻറ്റാലിറ്റി, മൈൻഡ് സെറ്റ്, നിങ്ങളുടെ പീസ്, എവറിത്തിങ്. യു ആർ വാട്ട് യു കൺസ്യൂം. നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നതാണ് നിങ്ങൾ. സോ ഡൂയിങ് ദിസ്, അതായത് നിങ്ങൾ ഇൻപുട്സ് മാറ്റുന്നതോട് കൂടിയിട്ടായിട്ട്, നിങ്ങളുടെ കൺസെപ്ഷൻ്റെ സ്റ്റൈൽ മാറ്റുന്നതോട് കൂടിയിട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റങ്ങളവിടെ കണ്ടു തുടങ്ങും. ആൻഡ് ഓൾസോ കീപ്പ് ഇൻ മൈൻഡ്, ഇതെല്ലാം ഒന്നിച്ച് അറ്റ് എ ടൈമായിട്ട് ലൈഫിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്തത്. കാരണം എന്ത് ചെയ്യും, അത് നിങ്ങൾ ഒരിക്കലും സസ്റ്റൈനബിളി ചെയ്യൂല. നിങ്ങൾക്ക് ഭയങ്കര ഓവർവെൽംഡ് ഫീൽ ആവും. നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്ന ഈ ഒരു സംഭവത്തിനോട് അപ്പുറത്തോട്ടായിട്ട് അടുത്ത് വീണ്ടും പഠിച്ചവനെ എന്നെ കൊണ്ടത് ചെയ്യാനൊന്നുകൊണ്ട് പറ്റുന്നില്ല, എന്താ ഞാനിങ്ങനെ, ഇങ്ങനെയുള്ള അടുത്ത സെറ്റ് ഓഫ് സാധനങ്ങൾ എന്ത് ചെയ്യും, അവിടെ വന്നു തുടങ്ങും. ഡോണ്ട് ഡു ദാറ്റ്. റൈറ്റ്? നൗ ഫൈനലി 7th സ്റ്റെപ്പ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഒരു സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ മാസവും ഞാനൊരു 500 രൂപ, അല്ലാന്നുണ്ടെങ്കിൽ 2000 രൂപ, അല്ലാന്നുണ്ടെങ്കിൽ 5000 രൂപ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ബഡ്ജറ്റ് എല്ലാ മാസവും സെറ്റ് അസൈഡ് ചെയ്യുക. ഇത് എല്ലാ മാസവും സ്പെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ ഇത് സ്വരൂപിച്ച് വെക്കാം. മേ ബി എല്ലാ മാസത്തിനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഒരു കോഴ്സിന് സ്പെൻഡ് ചെയ്യാം. മേ ബി ഒരു തെറാപ്പി സെഷൻ ആയിരിക്കാം, മേ ബി ഒരു പുസ്തകത്തിനായിരിക്കാം, മേ ബി ഒരു വർക്ക്ഷോപ്പിനോ ഒരു ക്ലാസ്സിനോ ഒരാളെ മീറ്റ് ചെയ്യാനോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺസേർട്ട് അറ്റൻഡ് ചെയ്യാനോ ഓർ ഒരു സ്റ്റാൻഡപ്പ് അറ്റൻഡ് ചെയ്യാനോ, എന്തിനു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. മേ ബി പോട്ടെ ഫുഡ് കഴിക്കാനോ എന്തിനു വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. പക്ഷേ മൂവ് അസൈഡ് ദാറ്റ്. റൈറ്റ്? നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് ഇതൊരിക്കലും ഒരു എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട, കൺസിഡർ ഇറ്റ് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. റൈറ്റ്? ആൻഡ് ഈ പറഞ്ഞ 7 സംഭവങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഇങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ട് ഇന്നൊരു സംഭവം മാറുന്ന അങ്ങനെയല്ല. റൈറ്റ്? എല്ലാം, all of these things that I have said, it is to make you do one thing and only one thing to make you move. ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുക എന്നുള്ളടത്തേക്ക് മാത്രമായിട്ടാണ്. കാരണം എന്താ, നമ്മൾ ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്ന സംഭവം, ഇതൊരു ലൂപ്പാണ്. ആൻഡ് നമ്മൾ ഇതിലിരുന്നിട്ട് എന്ത് ചെയ്ത് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയില്ല നമ്മുടെ ലൈഫ് മാസങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് മേജർലി ഓൺ എ സർഫസ് ലെവൽ ബ്രോഡർ ആസ്പെക്റ്റിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് അതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സംഭവം, നമ്മൾ ഒരിടത്ത് ജനിച്ചു എന്നുള്ളത് നമ്മളെ തെറ്റല്ല, നമ്മളവിടെ മരിക്കുന്നതും നമ്മുടെ തെറ്റല്ല. പക്ഷെ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ, അത് നമ്മളെങ്ങനെ അതിനെ കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരിക്കലും ഒരു തെറ്റുമല്ല. അങ്ങനെയും ചിന്തിക്കേണ്ട, ഞാനൊരു തെറ്റ് ചെയ്യുകയാണ് അങ്ങനെയും ചിന്തിക്കേണ്ട. ഇപ്പം എന്ത് പറഞ്ഞാലും പ്രശ്നം അത് അങ്ങനെ എടുക്കുള്ളൂ. റൈറ്റ്? സോ ലൈഫിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവണം, സ്റ്റക്ക് ആവണം, ഫീലിംഗ് ലോസ്റ്റ് ഉണ്ടാവണം, റിഗ്രറ്റ് ഉണ്ടാവണം, എല്ലാ ഇമോഷൻസിലൂടെയും കടന്നു പോകണം. നമുക്കത് ഡിഫൈൻ ചെയ്യാനും പറ്റണം. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ അതൊരു ഡ്രഗായിട്ടോ ഒരു അഡിക്ഷനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു എൻഡ്, അല്ലെങ്കിൽ പെയിനിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലൊക്കെ ആയിട്ട് ഐ എം ഗോയിങ് ത്രൂ ദ ഫേസ് ബ്രേക്കപ്പ്, ഇത് നോ, ഡോണ്ട് ഡു ദാറ്റ്. അത് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള സംഭവമാണ്. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിട്ട് ഒരുപാട് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബോഡിക്ക് റോങ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദ ഓൺലി തിങ് ഈസ് ടു കീപ് മൂവിങ് ഓൺ. ബിക്കോസ് ലൈഫ് ആർക്ക് വേണ്ടിയിട്ടും സ്റ്റോപ്പ് ആകുന്നില്ല, സമയം ആർക്ക് വേണ്ടിയിട്ടും സ്റ്റോപ്പ് ആകുന്നില്ല.
നിങ്ങളും ആർക്കും വേണ്ടിയിട്ടായിട്ടും സ്റ്റോപ്പ് ആവാൻ ട്രൈ ചെയ്യരുത്. കീപ്പ് ഓൺ മൂവിങ്, റൈറ്റ്? മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ ലൈഫ് എപ്പോഴും ഒരു മോഷനിലുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അത് മോഷൻ ലെഫ്റ്റ് ആയിക്കോട്ടെ റൈറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ തിരിഞ്ഞു പോയിന്നൊക്കെ ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് പുറകോട്ടെങ്കിലും പോയിക്കോട്ടെ, പക്ഷെ ഒരിടത്തും നിൽക്കരുത്. ബിക്കോസ് ഇവൻ ഒന്നും എന്തെന്നില്ല, ആർക്ക് വേണ്ടിയിട്ടായിട്ട് നിൽക്കുന്നില്ല. സോ ഇവൻ യു ഡോണ്ട് ട്രൈ ടു ഡു ദാറ്റ്, റൈറ്റ്? സോ ഫൈനലി മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരിക്കലും ഒന്നിനും ടു ലേറ്റ് അല്ല, ടു ഓൾഡ് അല്ല, ടു ഡൺ അല്ല, ടു ടയേർഡ് അല്ല. മേ ബി നിങ്ങൾ എന്തോ ഒരു സംഭവം ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊരു എനർജി ഉണ്ടായിട്ടുണ്ടാവില്ല. എനർജി ഫൈൻഡ് ചെയ്യുക, ഡു ചെയ്യുക. ഇതൊരു അവേക്കനിങ് ആണ്, ഇതൊരു കോമയാണ്, ഇതൊരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, റൈറ്റ്? സോ ഈ ഒരു റെസ്റ്റ്ലെസ്നെസ് ഇതൊരു ഫെയിലിയർ അല്ല, ഇതൊരു സിഗ്നലാണ്. ഈ ഒരു സിഗ്നൽ നിങ്ങൾക്ക് എന്തോ എവിടെയൊക്കെയോ ചെയ്യാനുണ്ട്, നിങ്ങളെ പുഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തരുന്നൊരു തോട്ടാണ്. ആ സിഗ്നൽ എടുക്കുക and do something out of it, right? So breathe and don't compare yourself. And നിങ്ങൾക്ക് എല്ലാം എപ്പോഴും ഫിഗർ ഔട്ട് ചെയ്തിരിക്കണം എന്നൊന്നുമില്ല. ആൻഡ് ആരും അങ്ങനെ ഫുൾ ലൈഫ് ഫിഗർ ഔട്ട് ചെയ്തിട്ടൊന്നുണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇന്നും ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് ആ സമയത്തൊക്കെ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ എം അറ്റ്ലീസ്റ്റ് ഇൻ എ കോൺവെർസേഷൻ വിത്ത് സംവൺ. ഇപ്പോൾ മൈ വൈഫ്, right? And the people I have around me, okay? So find that people, find that environment, do one thing at a time, fix one thing at a time. And അങ്ങനെയാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, സെറ്റ് ആവുന്നത്. ഓക്കെ? സോ ഇത് ഞാനൊരു അഡ്വൈസ് പറഞ്ഞു പോകുന്നത് പോലെ ചിന്തിക്കണ്ട. ഐ ഹാവ് ബീൻ ദെയർ, ഐ നോ യു ആർ ദെയർ ടു. ആൻഡ് ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിക്വയർമെൻറ്റോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ I'll be there like a brother. ആൻഡ് ഞാൻ റീസെൻ്റ്ലി എനിക്ക് ഒരുപാട് ഇമെയിൽസ് വന്നിട്ടുണ്ട്, പല ആൾക്കാർക്ക് ഞാൻ ഇമെയിൽസ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. സെൻഡ് മീ എൻ ഇമെയിൽ, ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡു. ഇഫ് ഐ ക്യാൻ ഡു സംതിങ് ഐ വിൽ ഹെൽപ്പ് യു, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. ഇഫ് യു ഫീൽ ലൈക്ക് എവിടെയെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റെസണേറ്റ് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ആൻഡ് ഈ വീഡിയോസൊക്കെ ഐ എം ഡൂയിങ് ദിസ് ഫോർ ദ ഡ്രീമേഴ്സ്, ദ ഡൂവേഴ്സ് ആൻഡ് ദ വൺസ് ഫിഗറിങ് ഇറ്റ് ഔട്ട്. നിങ്ങൾ ചാനലിൽ പോയി കഴിഞ്ഞാൽ മേലെ ബാനർ കാണാം, ഫോർ ദ ഡ്രീമേഴ്സ്, ദ ഡൂവേഴ്സ് ആൻഡ് ദ വൺസ് ഓഫ് ഫിഗറിങ് ഇറ്റ് ഔട്ട്. സ്വപ്നം കാണുന്ന ആൾക്കാർ, ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ ഫിഗർ ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാർ. കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്ന എല്ലാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോസസ്, റൈറ്റ്? സോ ഗിവ് അപ്പ് ചെയ്യരുത്. It's okay to be stuck. Let's build it from there. ഇത്രേ പറയാനുള്ളൂ. ആൻഡ് ജസ്റ്റ് കമൻറ്റ് ബിലോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യം, എന്നാൽ ഇതുവരെ ചേഞ്ച് ചെയ്യാത്തൊരു സംഭവം എന്താണ്, എന്നാൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നൊരു സംഭവം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ഓൺ ചെയ്യാം. ആൻഡ് ലെറ്റ്സ് ടോക്ക്, ലെറ്റ്സ് ബിൽഡ്, ലെറ്റ്സ് ഗ്രോ, ലെറ്റ്സ് ഇവോൾവ്, ലെറ്റ്സ് ഗെറ്റ് ബെറ്റർ ടുഗെദർ. Until we see next time, stay tuned. Happy life.